ചാമ്പ്യൻസ് ലീഗ് വേദികളിൽ അയാൾ തീർത്തും അപകടകാരിയാണ്. ഇനി ലാലിഗയിലാണെങ്കിൽ കൂടി സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്നതിലും മിടുക്കനാണ്. എംബാപ്പയും വിനിയും നിറം മങ്ങുന്ന സമയം ആ പ്രതിഭയെ കൂടുതൽ അടുത്തറിയാൻ സാധിക്കാറുണ്ട്. റയലിന്റെ ഏതു മത്സരം നിങ്ങൾ എടുത്തു നോക്കിയാലും റോഡ്രിഗോ ആ കളികളിലെല്ലാം ചെലുത്തുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന മാഡ്രിഡിൽ പലപ്പോഴും അയാൾക്ക് വേണ്ടത്ര അറ്റൻഷൻ ലഭിക്കാതെ പോകുന്നുണ്ട് എന്നതാണ് സത്യം. സമകാലിക ഫുട്ബോളിൽ മോസ്റ്റ് ടാലന്റഡ് അണ്ടർറേറ്റഡ് പ്ലെയറായ ഈ കാനറിക്കാരനെ എന്തുകൊണ്ടാണ് ലോകം വാഴ്ത്തപ്പെടാതെ പോകുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? 2021-22 സീസൺ കാൽപന്താരാധകർ ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു മത്സരമുണ്ട്. ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ സിറ്റിക്കെതിരെ 5-3 തോറ്റു നിൽക്കുമ്പോൾ റയലിനു വേണ്ടി റോഡ്രിഗോയെ ആഞ്ചലോട്ടി മൈതാനത്തെ കയക്കുന്നുണ്ട്. 90 മിനിറ്റ് വരെ 5-3 പരാജയം ഉറപ്പിച്ച സമയത്താണ് സാന്റിയാഗോയിൽ ആ വലിയ മിറാക്കിൾ സംഭവിക്കുന്നത്. അടുത്തടുത്ത മിനിറ്റുകളിൽ 2 തകർപ്പൻ ഗോളുകൾ നേടി റയലിന് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചു നൽകിയത് ആ ബ്രസീലുകാരനായിരുന്നു. പകരക്കാരനായി എത്തി ഇത്തിഹാദ് ആരാധകരുടെ ഇടനെഞ്ചി തകർത്ത് അയാൾ മടങ്ങിയത് ആ സീസണിലെ UCL കിരീടവുമായിട്ടാണ്. അന്ന് കെരീനും ജൂഡും ഒന്നുമില്ലാതെ മാഡ്രിഡിന്റെ വിജയങ്ങളിൽ ഒപ്പം നിന്ന് പ്രവർത്തിച്ച അതേ റോഡ്രിഗോ തന്നെയാണ് എംബാപ്പയെ മുന്നിൽ നിർത്തി അത്ലറ്റിക്കോക്കെതിരെ ഗംഭീര പ്രകടനം പുറത്തെടുത്തത്. ഗലാക്റ്റിക്കോസ് വീണ്ടും റയലിൽ സംഗമിക്കുമ്പോൾ റോഡ്രിഗോക്ക് ആ നിരയിൽ സ്ഥാനമുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞവർ ഏറെയുണ്ടായിരുന്നു. അയാൾ ടീം വിടുകയാണെന്ന റൂമറുകൾ പരന്നുകൊണ്ടിരിക്കെ താൻ എവിടേക്കുമില്ലെന്ന് അടിവരയിട്ട് റോഡ്രിഗോ പറഞ്ഞു വെക്കുമ്പോൾ അത്രയും അയാൾ കംഫർട്ടാണ് റയലിലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആഞ്ചലോട്ടിയുടെ വിശ്വസ്തനായി അയാൾ എന്നേ മാറിയതാണ്. കോച്ച് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് കൃത്യമായി നിർവഹിക്കാൻ അയാൾക്ക് സാധിക്കാറുണ്ട്. ഏത് പൊസിഷനും ഭംഗിയായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന, വേണമെങ്കിൽ ഒരു പ്ലേ മേക്കറായി മാറാനും ഇന്നത്തെ സൂപ്പർ താരങ്ങൾക്ക് പോലും അവകാശപ്പെടാനില്ലാത്ത ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോൾ വരെ നേടിയിട്ടുള്ള താരമാണ് റോഡ്രിഗോ. മാഡ്രിഡിന് വേണ്ടി എത്ര കണ്ട് തിളങ്ങിയാലും പലപ്പോഴും റോഡ്രിഗോയെ വാഴ്ത്തപ്പെടുന്നത് കാണാറില്ല. സോഷ്യൽ മീഡിയയിൽ വാർത്തകളുടെ തലക്കെട്ടായി അയാൾ സ്ഥാനം പിടിക്കുന്നത് സുപരിചിതമല്ല. എംബാപ്പയും വിനിയും ജൂഡും അങ്ങനെ നീളുന്ന സൂപ്പർ നിര ഉള്ളത് കൊണ്ടാണോ അയാളുടെ പ്രകടനം കൂടുതൽ ശ്രദ്ധ ആകർഷിക്കപ്പെടാത്തത്? ഏത് മത്സരം എടുത്തു പരിശോധിച്ചാലും അയാൾ നിറം മങ്ങുന്ന കളികൾ വളരെ വിരളമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ റോഡ്രിഗോ ഗോസ് നിലവിലെ ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരമാണ്.